പാകിസ്ഥാൻ 3-4 കഷ്ണങ്ങളായിട്ടൊക്കെ വിഭജിച്ച് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവെ ലോകമാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പം ബലൂചിസ്ഥാനിൽ പ്രശ്നം, സിന്ധുദേശിൽ പ്രശ്നം, സിന്ധുദേശ് വേണമെന്ന് പറയുന്നു, ഖൈബർ പഷ്തൂൺ മേഖലയിൽ പ്രശ്നം, അങ്ങനെ പഞ്ചാബിൽ പ്രശ്നം, അങ്ങനെ വല്ലാത്ത ഒരു അസ്വാരസ്യവും അസ്വസ്ഥതകളും കുഴപ്പങ്ങളും പാകിസ്ഥാനിൽ നടക്കുകയാണ്. പാകിസ്ഥാൻ നേരിട്ട് തന്നെ പറയുന്നു ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ പ്രോക്സികളാണ് ബലൂജിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുടെ ഒരു വാഹനം ആക്രമിച്ചത്. അത് അവർ തന്നെ ഉണ്ടാക്കിയൊരു നാടകമാണെന്നുള്ള തെളിവുകളൊക്കെ വന്നു കഴിഞ്ഞത്. സ്കൂളൊക്കെ അടച്ചിരിക്കുമ്പോൾ സ്കൂൾ വാൻ എങ്ങനെയാണ് പോകുന്നത് എന്നൊരു ചോദ്യം വന്നു. പക്ഷേ ഇപ്പോൾ ബലൂജ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് ഒരു നല്ലൊരു അവസരമാണ്. ബലൂചിസ്ഥാനിലെ ആളുകളൊക്കെ പലതരത്തിൽ നമ്മൾ വൈകാരികമായും ജനിതകപരമായും നമ്മുടെ രാജ്യത്തോട് ബന്ധമുള്ളവരാണ് ബലൂജിലെയും സിന്ധിലേക്ക് ആളുകൾ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇന്ത്യ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ മുൻ വിദേശകാര്യ സഹമന്ത്രി കൂടിയായ മുരളീധരന് എന്താ അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഞാൻ മുൻ വിദേശകാര്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ മുൻ വിദേശകാര്യമന്ത്രിയാണ്, അതോടൊപ്പം BJPയുടെ ഒരു മന്ത്രിയായിരുന്ന ഒരു നേതാവ്, പ്രത്യേകിച്ച് വിദേശ യാത്രയിലടക്കം ഗവൺമെൻറ് നാളെ പോകുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നതിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്, പരിമിതിയുണ്ട്. പാകിസ്ഥാൻ്റെ പ്രശ്നം, പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യമാണ്, ഫെയിൽഡ് സ്റ്റേറ്റ് എന്നുള്ളതായിരിക്കും പാകിസ്ഥാനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം പാകിസ്ഥാനിൽ വാസ്തവത്തിലുണ്ടായിട്ടില്ല. അവിടെ പട്ടാള ഭരണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ പട്ടാള മേധാവി ഉണ്ടല്ലോ അവരുടെ അസീം മുനീറിനെ ഇത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം ഫീൽഡ് മാർഷലാക്കി. ആളുകൾ പറയുന്നുണ്ട് ഫീൽഡ് മാർഷൽ അല്ല, ഫെയിൽഡ് മാർഷലാണെന്ന് പറയുന്നുണ്ട്. അല്ല, അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് ഇദ്ദേഹം പറയുന്നതാണ് പ്രഖ്യാപിക്കുന്നത്. അതേ പറഞ്ഞ് എന്നെ ഫീൽഡ് മാർഷലായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കാൻ വേറെ വഴിയില്ല അവർ, കാരണം അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പട്ടാള ഭരണം എല്ലാ മേഖലകളിലും നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി ജനങ്ങൾ അസ്വസ്ഥരാണ്. മാത്രമല്ല അവർ തൊട്ടപ്പുറത്ത് കാണുകയാണ് ഇന്ത്യ. അതെ. അവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ വിഷമം, അവരിന്ന് ദുഃഖിക്കുന്നത് 47-ൽ വിഭജനം ഉണ്ടാക്കി എന്നുള്ളത് ആദ്യത്തെ ദുഃഖം. രണ്ടാമത്തെ ദുഃഖം അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ ഓപ്റ്റ് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ ദുഃഖവും അബദ്ധവും. അതിനു പകരം ഇന്ന് പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഞങ്ങളുടെ ജീവിതം സുഖമായനെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അവരുടെ പ്രതിഷേധമാണ് പല രൂപത്തിൽ വരുന്നത്. ബലൂചിസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളെ സംബന്ധിച്ചോളം ബലൂചിസ്ഥാനിലൊരു മറാഠ കണക്ഷൻ. ഇവിടെ നിന്ന് അന്നത്തെ പണ്ട് എനിക്ക് തോന്നുന്നു 1700 അതിനു മുമ്പൊക്കെയുള്ള കാലത്ത് യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയ ആളുകളാണ് അവിടുത്തെ ഒരു വലിയ ജനവിഭാഗം. അവർ സാംസ്കാരികമായിട്ട് ഇപ്പോഴും അവർ മഹാരാഷ്ട്രീയൻ സംസ്കാരം, മറാഠ സംസ്കാരവുമായിട്ട് അവർ ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നതാണ്. മതം മാറിയിട്ടുണ്ട് അവർ മുസ്ലിമായി. പക്ഷേ അവർ ഹര ഹര മഹാദേവ് എന്ന് പറയുന്ന ശിവജിയുടെ മുദ്രാവാക്യം, ശിവജിയുടെ വാർ ക്രൈ ആണ്. അത് അവർക്ക് ഇപ്പോഴും അത് വളരെ വളരെ ഞാൻ ഇന്നലെ സിന്ധിൽ നിന്നുള്ളൊരു വീഡിയോ ഉണ്ട്. സിന്ധു ദേശ് മാ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ദേശഗാനം. സിന്ധു നദി, ആ സിന്ധു നദി വളരെ വളരെ ഇതായിട്ടുള്ളതാണ്. ആ ആൾക്കാർക്ക് മുഴുവൻ, ലോകം മുഴുവനുള്ള സിന്ധികൾ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ആഗോള സിന്ധി സമ്മേളനത്തിന് അവരെന്നെ ക്ഷണിച്ചിരുന്നു. ആ സിന്ധി സമ്മേളനത്തിൽ വരുന്ന ആൾക്കാർ മുഴുവൻ അവർക്ക് അവരുടെ വൈകാരിക ബന്ധമാണത്. സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇതൊന്നും പാകിസ്ഥാൻ്റെ പട്ടാള ഭരണം കൊണ്ട് അടിച്ചമർത്താൻ പറ്റില്ല. അപ്പോൾ പാകിസ്ഥാൻ വലിയ കുഴപ്പങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജനാധിപത്യത്തെയും അംഗീകരിക്കുകയും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നിർത്തുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ തന്നെ ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കും. പക്ഷേ അതിനകത്തൊരു വ്യത്യാസമുള്ളത്, നമ്മൾ ഈ ബലൂജിൻ്റെ പോരാട്ടമൊക്കെ നടക്കുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ആദ്യമായി അതിനെ എൻഡോഴ്സ് ചെയ്തത്. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നു. ബലൂജിൻ്റെ പോരാട്ടം ലോകം കാണണമെന്ന് UN ഉൾപ്പെടെ പറയുന്നൊരു നിലപാടാണ്.
മാത്രമല്ല ഈ കാശ്മീർ പോലെയല്ല ബലൂജിൻ്റെ പ്രശ്നം. അല്ലല്ല. ബലൂജ് പഴയ കലാത്ത് എന്ന് പറയുന്ന 1947 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്. ജിന്നയും നെഹ്റുവും മൗണ്ട് ബാറ്റനും കൂടെ ചേർന്ന് അവിടുത്തെ ഖാനും കൂടെ ചേർന്ന് സ്വതന്ത്ര രാജ്യമായി കരാർ ഒപ്പിട്ട് പോയതാണ്. പിന്നെ ജിന്ന ചതിച്ച് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടാൻ അവകാശമുണ്ട്. അല്ല, അപ്പോൾ ഇന്ത്യക്ക് അതിനെ പിന്തുണച്ചുകൂടെ? അതിലൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊരു ഇന്ത്യയും പാകിസ്ഥാനും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെയാണ് ഒരു സാംസ്കാരികമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രം. ബംഗ്ലാദേശ് ഇതെല്ലാം ഒരുമിച്ച് വരേണ്ടതാണ്. പക്ഷേ 3 രാജ്യങ്ങളായി, ആദ്യം 2ആയി, പിന്നീട് 3ആയി. അപ്പോഴും ഇന്ത്യക്കകത്ത് നിരവധി ഉപദേശീയതകൾ അതൊക്കെ പിന്നെ വിഘടിച്ചു പോകും. എങ്ങനെ വിഘടിക്കാതിരിക്കുന്നു എന്ന് പാശ്ചാത്യരും ലോകം മുഴുവൻ അത്ഭുതപ്പെടുകയാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജനാധിപത്യവും നമ്മൾ ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് കാണുന്ന മനോഭാവവും നമുക്കുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ അതില്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ വിഘടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വിഘടിച്ചു പോകുന്ന സാധ്യത ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന സമീപനം, ആ സമീപനം പാകിസ്ഥാനിലെ പട്ടാള ഭരണം എടുക്കുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രി അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന സമീപനം എടുക്കുന്നത്. ഇപ്പോൾ കാശ്മീരിനെ കുറിച്ച് പുറത്താരെങ്കിലും പറയുന്നതും ബലൂചിസ്ഥാനിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നതും മോദിജി പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമുണ്ട്. നമ്മളൊരിക്കലും ഭീകരവാദികളെ ട്രെയിൻ ചെയ്തിട്ട് പാകിസ്ഥാനിലേക്ക് അയക്കുന്നില്ല. മാത്രമല്ല കാശ്മീർ ഹരിസിംഗ് രാജാവ് നമ്മളോട് ലയിച്ചതാണ്. മറ്റവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. 48 പാകിസ്ഥാൻ ചതിയിലൂടെ പിന്നെ കൈവശപ്പെടുത്തിയതാണ് കുറച്ച് ഭാഗം. അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു എന്താ വലിയ വെട്ടിത്തം. ജവഹർലാൽ നെഹ്റു അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിരുന്നുവെങ്കിൽ, ഒന്ന് ഐക്യരാഷ്ട്രസഭയിൽ പോകാതിരുന്നുവെങ്കിൽ, ഈ എന്താ അതിക്രമിച്ച് കയ്യേറിയത് മുഴുവൻ തിരിച്ചെടുത്തിരുന്നുവെങ്കിൽ കാശ്മീർ നഷ്ടപ്പെടില്ല. അല്ല, ബലൂജികളും അന്ന് പറഞ്ഞതാണല്ലോ ഇന്ത്യയുടെ കൂടെ ചേരാനാണ് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അതും നെഹ്റുവാണ് തള്ളിയത്. അതെ, നെഹ്റുവാണ് തള്ളിയത്. അല്ല, പലരെയും തള്ളിക്കളയും. ഈവൻ കാശ്മീർ, ആസാം സൈഡിലുള്ള പല പ്രദേശങ്ങളും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള സമീപനം ജവഹർലാൽ നെഹ്റു എടുത്തു. അതെ. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലാണ്. ഇപ്പം നേരിട്ടിരിക്കുന്നത് അവരുടെ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു തിരിച്ചടിയാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നെഹ്റു, ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അടക്കം. ഈ പ്രസ്താവന വാസ്തവത്തിൽ പാകിസ്ഥാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു പാകിസ്ഥാനിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി അടുത്തത് രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കും. കാരണം പാകിസ്ഥാൻ അങ്ങേയറ്റത്തെ പരാജയം ഏറ്റുവാങ്ങിയ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിനെ സഹായിക്കുന്ന സമീപനം ഇന്ത്യയിൽ നിന്നെടുത്തിട്ട് പിന്നെ പാകിസ്ഥാനെ നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തോ, അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായി? ഇന്ത്യയുടെ വിമാനം എത്ര നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് പകരം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള നഷ്ടങ്ങളുടെ ഒരു താരതമ്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ട് പുറത്തു പറഞ്ഞിരുന്നുവെങ്കിൽ, ജയശങ്കർജി ഇന്നലെ പറഞ്ഞത് നോ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, നോ ബാക്ക് ചാനൽ എഫർട്ട്, നോ US എഫർട്ട്, ഇറ്റ് വാസ് ഡയറക്റ്റ്. നേരിട്ട് പാകിസ്ഥാൻ്റെ DGMO നമ്മുടെ DGMOയെ സമീപിച്ചു. അത്രയും വലിയൊരു പരാജയം പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയപ്പോൾ ആ വിജയത്തിൽ സന്തോഷിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധി ഇപ്പോഴും സംശയിക്കുക. സെന്റൻസിന്റെ തുടക്കത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നാണ്. അത് ഉത്തരവാദിത്തോടെ പറഞ്ഞാണോ? അല്ല, ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന് പറയാൻ കാരണം പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ പരാജയപ്പെട്ടത് പാകിസ്ഥാനാണോ ഇന്ത്യയാണോ എന്ന് ഇന്ത്യക്കാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ചോദ്യം ഉന്നയിക്കുന്നത് ആരെ സഹായിക്കാനാണ്? അത് പാകിസ്ഥാനെ സഹായിക്കാനല്ലേ. പാകിസ്ഥാൻ്റെ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനുള്ള ഒരു പരിചയമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അവരത് കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരവരുടെ പാർലമെൻറ്റിൽ കോട്ട് ചെയ്തു. നാളെ അവർ ഐക്യരാഷ്ട്രസഭയിലടക്കം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തള്ളി പറയേണ്ടി വരും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ വികാരമല്ല, വസ്തുതകളുമായിട്ട് പാകിസ്ഥാന്റെ പ്രോക്സിയെ പോലെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. അല്ല, അതിൻ്റെ
ഈ രാഷ്ട്രീയത്തിലുള്ള എതിർപ്പ് അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലെ എതിർപ്പ് ഈ അധികാരം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അനന്തരാവകാശികൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് സ്വയം ധരിച്ച് വശമായിട്ട് അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, അതിൽ അത്ഭുതമില്ല. അത് ഈ ലെവലിൽ പോകരുത്. അതെ, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആളല്ലേ? അതാണ് പറഞ്ഞത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരെ തന്നെ പറയുന്നത് ഈ ഏറ്റവും വലിയ അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് അവരുടെ നേതൃത്വം എന്നുള്ളതാണ് എന്ന് വിചാരിക്കുന്ന പരാധീനത. മുരളിയേട്ടാ, എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുമോ? ഒന്നത് പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഇപ്പം പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, നമ്മൾ നിർത്തിയിട്ടില്ല, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ വീണ്ടും അടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാന് ഇനി ഈ ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് അയക്കാതിരിക്കാൻ കഴിയുമോ? പാകിസ്ഥാൻ അത് റിയലൈസ് ചെയ്യുന്ന, പാകിസ്ഥാൻ അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാവും. സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞത് എനി ആക്ട് ഓഫ് ടെറർ ഇൻ ഇന്ത്യൻ സോയിൽ വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ. ഭീകരവാദ പ്രവർത്തനം എന്നുള്ള ഏത് ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാലും അത് യുദ്ധമായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞാൽ ഇനി പിന്നെ ഞങ്ങൾ തിരിച്ച് നോക്കി നിൽക്കില്ല, തിരിച്ചങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു ഭംഗിവാക്ക്, അലങ്കാരികമായി ഒരു അലങ്കാരമല്ല അത്. നരേന്ദ്രമോദി അലങ്കാരം പറയുന്ന ഒരാളല്ല. നരേന്ദ്രമോദിജിയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ധാരാളം വേദികളിൽ ധാരാളം ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയും. അദ്ദേഹം അതിനെക്കുറിച്ച് അവിടെ വെച്ച് ഒരു മറുപടിയും പറയാറില്ല. ഞാൻ എത്രയോ വേദികളിൽ വലിയ ആൾക്കാരൊക്കെ പലരും അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യും. അദ്ദേഹം ഹോംവർക്ക് ചെയ്യാതെ ഒരു കാര്യവും പറയാത്ത ഒരാളാണ്. എല്ലാ കാര്യങ്ങളും തയ്യാറായിട്ടേ അദ്ദേഹം പറയുള്ളൂ. അതുകൊണ്ട് ഈ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വെറും പ്രസ്താവനയല്ല. മധുബനിയിൽ നടത്തിയ പ്രസ്താവന വെറും പ്രസ്താവനയല്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു. ഇതും വെറും പ്രസ്താവനയല്ല. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ബലൂചിസ്ഥാൻ്റെ കാര്യം. ഞാൻ പറയട്ടെ, ഒരു ജനതയെയും സായുധ ശക്തി കൊണ്ട് അടിച്ചമർത്തിയിട്ട് എല്ലാ കാലത്തും അടക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ വാസ്തവത്തിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യം ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, പാകിസ്ഥാൻ ബലം പ്രയോഗിച്ചിട്ട് അടിച്ചമർത്തിയിട്ട് അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു കണക്കൂട്ടലിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ. ഏതായാലും മുരളിയേട്ടൻ നമ്മളോട് സംസാരിക്കാൻ വന്നതിൽ വലിയ സന്തോഷമാണ്. ഏതായാലും ഈ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ ഇന്ത്യയുടെ ദൗത്യം നിർവഹിച്ചതിന് ശേഷമുള്ള മടക്കയാത്രയിൽ വീണ്ടും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുരളിയേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അതുവരെ നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.